ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റെഡ്മിയുടെ പാഡ് പ്രോ അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഗൈസ് റെഡ്മിയുടെ പാഡ് പ്രോ ടാബ്ലറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് കണ്ടിട്ട് വരാം. ഗൈസ് ഇതാണ് റെഡ്മിയുടെ പാഡ് പ്രോ. അപ്പോൾ ഗൈസ് ഫോൺ ഞാൻ കയ്യിലാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്, കാരണം കുറച്ച് പാടാണ്. എന്നാലും ഞാൻ നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് റെഡ്മിയുടെ പാഡ് പ്രോ. നമുക്കിതിൻ്റെ ബോക്സ് നോക്കാം. സൈഡിൽ റെഡ്മി പാഡ് പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 12 ഇഞ്ചിൻ്റെ. പിന്നെ ഡോൾബിയുടെ വിഷൻ ആൻഡ് അറ്റ്മോസ് സപ്പോർട്ടുണ്ട്. അതിൽ പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 2 ആണ് പ്രൊസസ്സർ വരുന്നത്. പിന്നെ ഒരു 10,000 mAh ബാറ്ററി, 33% ഫാസ്റ്റ് ചാർജറുമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു റെഡ്മിയുടെ സ്മാർട്ട് പെൻ സപ്പോർട്ടാണ് വരുന്നത്. നമുക്ക് സോൾഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അതുപോലെ തന്നെ പ്രോ കീബോർഡും കേസും ആയിട്ടുള്ളതാണിത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. കുറച്ച് പാടാണ്, നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. നമുക്കൊരു 500 ഗ്രാം സംതിങ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതാണ് കുറച്ച് പാടുണ്ട് ഹോൾഡ് ചെയ്യാൻ. ഗൈസ് ഞാൻ അൺബോക്സ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഓൾറെഡി അൺബോക്സഡാണിത്, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കയ്യിൽ ഫോം പിടിച്ചാണ് കാരണം നമുക്കത് അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഓക്കെ, വയ്ക്കാം. അപ്പോൾ ഇതാണ് ടാബ്ലറ്റ് വരുന്നത്. ടാബ്ലറ്റ് നമുക്ക് മാറ്റാം. നല്ല ഹെവിയാണ് ടാബ്ലറ്റ്, കുറച്ച് പാടാണ്, ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറിങ് കൂടെ ഇളക്കി വെച്ചേക്കാണ്. ഇത് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് എൻ്റെ കാര്യം നോക്കാം. കേബിളൊക്കെ കുത്തിക്കിട്ട് വെച്ചേക്കാം. നമുക്കൊരു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ടൈപ്പ് സി കേബിൾ, ഓറഞ്ച് കളറുള്ള നമുക്കവിടെ ഇടാം. പിന്നെ വരുന്നത് ഒരു 33 വാട്ട്സിൻ്റെ അഡാപ്റ്റർ. ഇത് 33 വാട്ട്സാണ് ഇതിൻ്റെ സപ്പോർട്ട്. മാക്സിമം സപ്പോർട്ട് 33 ഉള്ളൂ. ബോക്സിൽ നമുക്ക് 33 വാട്ട്സാണ് കിട്ടുന്നത്. ഇതിൻ്റെ കോൺഫിഗറേഷൻ കാണിച്ചു തരാം. കോൺഫിഗറേഷൻ വരുന്ന അവിടെ ഔട്ട്പുട്ട് കാണാം. 2 ഔട്ട്പുട്ട് ഉണ്ട്. ഇതിന് മാക്സിമം 33 വാട്ട്സ്. ഓക്കെ, 11.3 33 ഇതാണ് പോർട്ട് വരുന്നത്. നമുക്ക് അടുത്ത് നമ്മളെ നോക്കാം. അടുത്ത് വലിയ രീതിയിലൊന്നും ഇല്ല അതിൻ്റെ അകത്ത് നമുക്ക്. പിന്നെ തന്നെ ഒരു റെഡ്മിയുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ വായിച്ച് നോക്കാം. പിന്നെ ഒരു ഇജക്ഷൻ ടൂൾ. നമുക്ക് സിമ്മിൽ ഇത് വൈഫൈ മോഡലാട്ടോ. നമുക്ക് സിം ഇടാൻ പറ്റില്ല, മെമ്മറി കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. നമുക്കത് ക്ലോസ് ചെയ്യാം. എല്ലാത്തിനും കുറച്ച് ലാഗ് ഉണ്ടാവും. ടാബ്ലറ്റിനകത്ത് വയ്ക്കാം. ഇതാണ് ഈ ടാബ്ലറ്റ് ഞാൻ പതിയെ ഓപ്പൺ ആക്കട്ടെ. ഭയങ്കര വെയിറ്റ് കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഗൈസ് ഇതാണ് ടാബ്ലറ്റ്, കാണാൻ തോന്നുന്നു. ഓൾറെഡി ബൂട്ടഡാണ്, എന്നാലും ജസ്റ്റ് പോലെ ഒന്ന് കാണിച്ചു തരാം. പതിയായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ ക്യാമറ 8 MB ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും. പിന്നെ ബാക്ക് ഇത് മെറ്റലാണ്, കാരണം മാറ്റ് ഡിസൈനാട്ടോ, കാണാൻ തോന്നുന്നു. മാറ്റ് ഡിസൈനാണ്, കാരണം വലിയ സ്ക്രാച്ചിങ്ങുകളൊന്നും വരത്തില്ല. പിന്നെ എൻ്റെ താഴെ നമുക്ക് റെഡ്മിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. LED TV സൈസാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് എല്ലാം പതിയായിട്ടേ സൈഡ് വരുന്നത്. നമുക്ക് ഇവിടെ വോളിയം ബട്ടൺ വരുന്നുണ്ട്, വോളിയം ബട്ടൺ. പിന്നെ ഇവിടെ മൈക്ക്, പിന്നെ ഇവിടെ സിം ഇജക്ഷൻ്റെ, പിന്നെ ഇവിടെ 2 മൈക്ക് വരുന്നുണ്ട്. ഇതിനാണ് ഇതിൻ്റെ ടോപ്പ് സൈഡ് വരുന്നത്. നമുക്കിവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, 2 സ്പീക്കർ മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷൻ അറ്റ്മോസ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ താഴെ നോക്കാം. ഇതിൻ്റെ താഴെ തന്നെ പറയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി, അതുപോലെ തന്നെ ഇവിടെ ഓഡിയോ ജാക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പാടാണെങ്കിൽ ഫോണും കൈ പിടിക്കണം, അത് കാരണം പാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ബൂട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ്. ഡിസ്പ്ലേ ഫേസ് അൺലോക്കാണ്. ഫേസ് അൺലോക്ക് കേട്ടോ. ആ ഫേസ് ഇപ്പോൾ കാണാനും പറ്റുള്ളാത്ത ഇതാണ് ഇപ്പോൾ ടാബ്ലറ്റ്. നമുക്കിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിട്ട് നോക്കട്ടെ. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്ന 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക്. പിന്നെ കുറച്ച് ആപ്സൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു, എനിക്ക് ആവശ്യമില്ലാത്ത കാരണം. പിന്നെ കുറച്ച് ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സംഭവം ടാബ്ലറ്റ് കുഴപ്പമില്ല. എനിക്ക് ഷവോമിയുടെ അത്ര താല്പര്യമില്ലാത്ത കാരണം എനിക്കങ്ങനെ അത്രയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് പോയി നോക്കാം. കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ബോട്ടിൽ പോകണമെങ്കിൽ ഇതിൻ്റെ വെർഷൻ വരുന്നത് ഹൈപ്രോയിസാണ്. ഹൈപ്രോയിസിൻ്റെ 1.0 നമുക്കിനി 2.0 3.0 കിട്ടും. പിന്നെ
ഇത് ഇൻ്റർ കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ട്. ഇൻ്റർ കണക്ടിവിറ്റി ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതോടെ നമുക്ക് വായി കാണാം. നമുക്ക് വേറെ ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫയൽസും കാര്യങ്ങളും നന്നായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്തത് ഫോൺ അടിച്ചു പോയോ? ഫയലും കാര്യങ്ങളും നമുക്കിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കത് ഷവമി ഫോണിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഷവമി അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസിൽ. വേറെ ഒരു ഫോണിൽ നമുക്കിത് ഇൻ്റർ കണക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല. ഷവമിയുടെ ചില സെലക്റ്റഡ് മോഡൽസിന് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ആപ്പിൾ ഡിവൈസിലാണെങ്കിൽ എൻ്റെ ആപ്പ് സ്റ്റോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിനകത്ത് ഇൻ്റർ കണക്ടിവിറ്റി സർവീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കത് ഫീച്ചേഴ്സ് ഫോർ ടാബ്ലറ്റ്സ് നോക്കാം. അവിടെ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലറ്റ്സ് നമുക്കിവിടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് വരുന്നുണ്ട്. എന്താണ് ഡോക്ക് വരുന്നത്. അതുപോലെ നമുക്കിവിടെ നിർത്താം. അല്ലെങ്കിൽ ക്യാമറയ്ക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനോ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോൺഫറൻസ് ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാരലൽ വിൻഡോസ് വരുന്നുണ്ട്. ഇതാണ് ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇൻ്റർ കണക്ടിവിറ്റി ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് 600 നിറ്റ്സിന് ബ്രൈറ്റ്നസ്സാണ് വരുന്നത്. പിന്നെ LCD ഡിസ്പ്ലേ ആണ്. നമുക്ക് റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ സെറ്റ് ചെയ്യാം. 120 ഹെർട്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ 60 ഹെർട്സ് മാറ്റി 120 ആക്കിയിടാം. ഞാൻ ഇപ്പോൾ ഡിഫോൾട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റെഡ്മിയുടെ പെൻ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് എല്ലാ കീബോർഡും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു OTG കേബിൾ വാങ്ങി അതിലേക്കൊരു കീബോർഡ് മൗസിൻ്റെ റിസീവർ ഉണ്ടല്ലോ ബ്ലൂടൂത്ത്, അത് കണക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാനിപ്പോൾ നോർമൽ കീബോർഡ് മൗസ് നമുക്ക് ടാബ്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ടാബ്ലറ്റിൽ ഫോൺസിൽ നമുക്ക് അതിൽ യൂസ് ചെയ്യാം. OTG കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഞാനിപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ ഇതാണ് പറഞ്ഞത്, നമുക്ക് കീബോർഡും മൗസും നമുക്കിനകത്ത് ടാബ്ലറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫേസ് അൺലോക്ക് ചെയ്യട്ടെ. ഓക്കെ, അതിനകത്ത് നമ്മളിത് OTG കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് സിയിൽ OTG കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഇതിൻ്റെ റിസീവർ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് ഓർത്തേ. ഇപ്പോൾ ഇതാണ് സെബ്രോണിക്സിൻ്റെ ആണ്. പിന്നെ ഇവിടെ നമുക്ക് മൗസ് ഉണ്ട്, വയർലെസ് മൗസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാമായിരിക്കും മൗസിൻ്റെ കൾസർ ഇവിടെ കാണാം. അതുപോലെ നമുക്ക് കീബോർഡ് ഫുൾ വർക്കിംഗ് ആണ്. നമുക്ക് F1 കീസ് ഒന്നും പറ്റത്തില്ല, ബാക്കിയുള്ള എല്ലാം വർക്കിംഗ് ആണ്. ഇത് നമുക്ക് വിൻഡോസ് കീ ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട്സ് നമുക്ക് ഇവിടെ കാണിച്ചു തരും എന്തൊക്കെയാണ്. അത് കുറച്ച് ഷോർട്ട് കട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ആപ്സ് എടുക്കണമെങ്കിൽ നമുക്ക് വിൻഡോസ് പ്ലസ് R അടിച്ച റീസെൻറ്റ് വരും. പിന്നെ വിൻഡോസ് പ്ലസ് H അടിച്ച ഹോമിലേക്ക് പോവും. പിന്നെ അങ്ങനെ കുറച്ച് ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് ജസ്റ്റ് നമുക്ക് എല്ലാമത്തെ യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കാണിച്ച് പിന്നെ മെനു ഉണ്ട്. നമുക്ക് വിൻഡോസ് പ്ലസ് M അടിക്കുമ്പോൾ മെനു വരും. മെനു അല്ല, നോട്ടിഫിക്കേഷൻ കേട്ടോ, നോട്ടിഫിക്കേഷൻ കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാട്ടോ. ചെറിയൊരു രീതി PC യിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ മേലിട്ട് വലിക്കാം. നമുക്ക് ഉടനെ കണ്ടോ നോർമലി പോലെ വർക്ക് ചെയ്യും. പിന്നെ ഇതിപ്പോൾ ക്യാപ്പ് കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. എൻ്റെ ഫേസ് ഓക്കെ, ക്യാപ്പ് കട്ടിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോഴാണ് കാണിക്കാമെന്ന് ഓർത്തേ. ക്ലിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് അതിനകത്ത് മൊത്തം എന്താ വെച്ച് യൂസ് ചെയ്യാം. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കീബോർഡ് മൗസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്, ചെയ്യാൻ നല്ല സുഖമാണ്. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ പാടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എൻ്റെ എക്സ്പോർട്ടിങ് ഇവിടെ 4K വരെ കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യം 4K കിട്ടുന്നില്ലായിരുന്നു. ഞാൻ വേർഷൻ വേറെയാണ് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതാണ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ക്രാക്കൊക്കെ എടുക്കുന്നത് ഗെറ്റ് മോഡ് പീസ് എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തിനും ക്രാക്ക് കിട്ടും, വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഈ മൗസിൻ്റെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ എടുത്തോട്ടെ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ മൗസിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോ വയർലെസ് കീബോർഡ്, പിന്നെ ഇവിടെ ഫിസിക്കൽ കീബോർഡ്, ഇങ്ങനെയൊക്കെ ഓരോ ഷോർട്ട് കട്ട്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ പോയിൻ്റർ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിൻ്റെ കൾസർ നിങ്ങളതിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഈ മൗസിൻ്റെ കൾസറിൻ്റെ നമുക്ക് ഓരോ സ്റ്റൈൽ ഇത് മാറ്റാം. കൾസർ തന്നെ മാറ്റാം. ഇങ്ങനെ ആരോഗ്യം ഉള്ളത് മാറ്റിയിട്ട് നമുക്ക് ഈ ടച്ച് ചെയ്യുമ്പോൾ ഒരു വട്ടത്തിൽ വരത്തില്ലേ റൗണ്ടിൽ, അതുപോലത്തേക്ക് ആക്കാം. ഞാനിതാണ് എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഇതിങ്ങനെ ആക്കി വെച്ചാൽ ഇങ്ങനെ നല്ല സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ വയേർഡ് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അന്നേരം ഇത് മാറ്റിയിട്ട് നമ്മൾ ഹബ്ബ് വെക്കണം. USB-യുടെ ഹബ്ബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് നോർമലി യൂസ് ചെയ്യാം. നമുക്ക് ഫോണിലും ഇതൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ഫോണിൽ ഈ OTG ഇത് നേരെ ഫോണിട്ട് കണക്ട് ചെയ്താൽ ഫോണിൽ നമുക്ക് കീബോർഡ് മൗസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ അന്നേരം അതിനകത്ത് റിപ്ലൈ ചെയ്യാം. ഓക്കെ.
പിന്നെ നമുക്ക് ബാറ്ററി വരുന്നത് 10000 mAh ബാറ്ററിയാണ്. എനിക്ക് ബാറ്ററി ബാക്കപ്പ് അത്ര ഇങ്ങോട്ട് സെറ്റായിട്ട് തോന്നുന്നില്ല. അത്ര വലിയ ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് എന്തായാലും ഇടേണ്ടി വരും കാണാൻ വേണ്ടി. അത് കാരണം തന്നെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കുറവാണ്. പിന്നെ നമുക്ക് ബാറ്ററി പ്രൊട്ടക്ഷൻ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റെഗുലർ ചാർജിങ്, പിന്നെ നമുക്ക് 80% വരെ ചാർജായിട്ട് ഓഫ് ആവുന്നത് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബാറ്ററി ഹെൽത്ത് കിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ. പിന്നെ നമുക്ക് വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നില്ല. ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഗെയിം ടർബോ വരുന്നുണ്ട്. ഗെയിം കളിക്കാൻ നമുക്കത് 7th Gen 2 ആണ്, വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്കതിൻ്റെ വേറെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് ടാബ്ലറ്റ് ഓക്കെ ആണ്. പിന്നെ ചാർജിങ് ഒരു 1 hour ഒക്കെ എടുക്കും. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം കയ്യിലാണ് ഫോൺ പിടിച്ചിരുന്നത്. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ കമൻറ്റ് സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഗൈസ്, താങ്ക് യു.